പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നല്ല വെയിലാണ്, നല്ല ചൂടുമാണ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ 6 വരി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന പടിക്കൽ മുതൽ പടിക്കോട്ടും പടി മുതൽ താഴെ ചേളാരി വരെയുള്ള കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. പടിക്കോട്ടും പടി മുതൽ താഴെ ചേളാരി വരെ ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് അവസാനഘട്ട ഫിനിഷ് വർക്കിലേക്ക് നീങ്ങാവുന്ന രീതിയിൽ പണികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കിലോമീറ്ററുകളോളം ടാറിംഗ് പ്രവർത്തനമൊക്കെ നടത്തി. ഇനി ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പടിക്കലിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് പാണമ്പ്രം വന്ന് പുതിയ പാതയിലൂടെ പോകാൻ പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ അതിന്റെ പണികൾ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറന്നു മറക്കരുത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ച ഒന്ന് കാണാം. നമ്മുടെ പടിക്കൽ മുതൽ താഴെ ചേളാരി വരെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അവസാന ഫിനിഷ് വർക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ 6 വരിപ്പാതയുടെ ഒരു കാഴ്ചയാണ്. പടിക്കലിൽ നിന്ന് 6 വരിപ്പാത അങ്ങനെ തുടങ്ങി ഇവിടെ മണ്ണൊക്കെ ഇട്ട് ഉയർത്തി വളരെ ഉയർന്നിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ പുതിയ പാത കടന്നു പോകുന്നത്. ഇവിടെ ഒരു അണ്ടർപാസാണ് പടിക്കൽ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ പടിക്കലിൽ നിന്ന് നമ്മളിപ്പോൾ 6 വരിപ്പാതയിലൂടെ താഴെ ചേളാരിയിലേക്ക് പോകുമ്പോൾ പുതിയ പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാതയിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ കിലോമീറ്ററുകളോളം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി അവസാന ഘട്ടം എന്നുള്ള നിലയിൽ ഇവിടെ സെൻറ്ററിൽ മാർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു സൈഡ് വാൾ വെക്കാനുണ്ട്. 2 ഭാഗത്തും സൈഡ് വാളൊക്കെ വെച്ച് ഫിറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ താഴെ ചേളാരിയിലേക്ക് പോകുമ്പോൾ ഇവിടെ കുറച്ച് സ്ഥലം കുറച്ച് പണി ചെയ്യാനുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് പണി ചെയ്യാനുള്ളൂ. ഇവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് കുറച്ച് ചെയ്യാനുണ്ട്, ബാക്കിയൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ അതാണ് ഇവിടെ ഈ ഒരു സ്ഥലം. ഇവിടെ ഈ ഒരു ഭാഗത്ത് ടാറിംഗ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് നടത്താനുള്ളൂ. സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ താഴെ ചേളാരി എത്താനായിട്ടോ. ഇവിടെയൊക്കെ സെൻറ്റർ മാർക്ക് ചെയ്ത് സെൻറ്ററായി 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. 3 വരി ഇവിടെ, 3 വരി അവിടെ ഒക്കെ ആയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? നമ്മളിങ്ങനെ മുന്നോട്ട് പോയി നോക്കട്ടോ. ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് 2 ഭാഗങ്ങളിലും. ചേളാരിയിലും ഒരു അണ്ടർപാസാണ് ഉള്ളത്. ഇവിടെ 2 സൈഡുകളിലും വളരെ ഉയർച്ചയിലാണ് പോകുന്നത്. ചേളാരി ശരിക്കും 2 ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട് പുതിയ പാത കടന്നു പോകുമ്പോൾ. ഇവിടെയാണ് നമ്മുടെ ചേളാരി അണ്ടർപാസിൻ്റെ സ്ലാബ് കേട്ടോ. സ്ലാബിൻ്റെ മുകളിലാണ് തോന്നുന്നത്. കുറച്ച് പണി നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മളുള്ളത് താഴെ ചേളാരിയാണ്. താഴെ ചേളാരിയിൽ പുതിയ നാഷണൽ ഹൈവേ 6 വരി പാതയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വീഡിയോസ് ഒക്കെ കേട്ടോ. താഴെ ചേളാരി വളരെ ഉയർന്നു കൊണ്ടുവരുമ്പോൾ നമ്മൾ മേലെ ചേളാരിയിലേക്ക് എത്തുമ്പോൾ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് സമാനമായി ഇതേ ലെവലിൽ പോകുന്നത്.
ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മേലെ ചെലാരിയാണ്. മേലെ ചെലാരി പുതിയ പാത കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. രണ്ട് സൈഡിലും മണ്ണെടുത്ത് താഴ്ത്തി സെറ്റാക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. മേലെ ചെലാരിയിൽ ഒരു ഓവർപാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെ പോവാം. ഇവിടെ ഒരു ഓവർപാസ് പിന്നെ ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. വളരെ താഴ്ന്നാണ് ഈ ഒരു ഭാഗത്ത് പോകുന്നത്. പിന്നീട് നമ്മൾ എത്തുന്നത് പാണമ്പ്രയാണ്. പാണമ്പ്ര ആ ഒരു ഭാഗത്ത് നമ്മൾ എത്തുമ്പോൾ അവിടെയും പണികൾ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാറിംഗ് പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാണമ്പ്ര മിനി ഒരു അണ്ടർപാസ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ചെറിയ ഒരു അണ്ടർപാസ്. വലിയ സമരങ്ങളും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് അവിടെ ഒരു അണ്ടർപാസ് അനുവദിച്ച് കിട്ടിയത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും പുതിയ കാഴ്ച. പാണമ്പ്ര ഉള്ള ഒരു കാഴ്ച നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാണമ്പ്ര ജഗതിയെ അപകടത്തിൽപ്പെടുത്തിയ വളവൊക്കെ ഉൾപ്പെടുത്തി നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടം വരെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇനി ആരെങ്കിലുമൊക്കെ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള ഇതുപോലെയുള്ള എല്ലാ വീഡിയോസുകളും നമ്മുടെ പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.